അങ്ങനെ രേണു അടക്കമുള്ള ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി അഴിഞ്ഞാടി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നമ്മുടെ രജിസ്ട്രാർ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം രജിസ്ട്രാറുമായി നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ രജിസ്ട്രാറിന്റെ കൂടെയാണ്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ട്രെൻഡായ പരിപാടിയാണല്ലോ ഈ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ചെയ്യാൻ വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഓൺലൈൻ വ്യഭിചാരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി ഈ സബ്സ്ക്രിപ്ഷനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ പർപ്പിൾ ചേച്ചിയാണ് സബ്സ്ക്രിപ്ഷനെ എത്ര അധികം വൈറലാക്കി മാറ്റിയതെന്ന് അറിയാലോ. വാണം വിട്ട പോലാണ് ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കുതിച്ചു കയറിയത്. അതിനൊപ്പം തന്നെ ചേച്ചിന്റെ വരുമാനവും അടിച്ചു കയറി. മാസം 1 കോടിയിലധികമാണ് സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം ഇപ്പൊ പർപ്പിൾ ചേച്ചി ഉണ്ടാക്കുന്നത്. അങ്ങനെ പർപ്പിൾ ചേച്ചി തുണി അയച്ച് കോടികൾ സമ്പാദിക്കുന്നതിനിടയിലാണ് നമ്മുടെ സാക്ഷാൽ രേണു സുധി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രേണു സുധിക്ക് 2663 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരാളിൽ നിന്ന് മാസം ഈടാക്കുന്നത് 150 രൂപയാണ്. അതായത് നിലവിൽ സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം രേണു ഉണ്ടാക്കുന്നത് മാസം 5 ലക്ഷം രൂപയാണ്. എത്രയാണ്? 5 ലക്ഷം രൂപ. ഒരു പണിയില്ല. തുട, വയറ്, ക്ലീവേജ് ഇങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ആളുകൾ ഉണ്ടല്ലോ നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ക്യൂ നിൽക്കും. എന്തായാലേ അതിനിടയിൽ രേണു ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വെരിഫിക്കേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അതോടെ ആള് പേരൊക്കെ മാറ്റി. രേണു സുധി എന്ന് മാറ്റിയിട്ട് രേഷ്മ പി തങ്കച്ചൻ എന്ന ഒറിജിനൽ പേരൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. എന്തായാലും ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ വഴി തുണി അയച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന രേണു സുധി അടക്കമുള്ളവരെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ രജിസ്ട്രാർ രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മൾ എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഹായ്, നമസ്കാരം. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. പലരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. അങ്ങനെ മലയാളി, നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചു പേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 2 വാക്ക് പറയാൻ പോകുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾക്കും, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷേ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ച് കണ്ടില്ല. അങ്ങനെ ആരും പ്രതികരിച്ചില്ല എന്നൊന്നും പറയരുത്. ഞാനൊക്കെ ഇഷ്ടംപോലെ തവണ ഇതിനെതിരെ പ്രതികരിച്ച ആളാണ്. പക്ഷെ പ്രതികരിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. വളരെ എളുപ്പത്തിൽ മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് അറിയുമ്പോൾ മാനം പോയാലും വേണ്ടില്ല, തുണി അഴിക്കേണ്ടി വന്നാലും വേണ്ടില്ല, പണം മതി എന്നും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങളുടെ എണ്ണം ഇപ്പൊ കൂടി വരികയാണ്. വ്യഭിചാരത്തിന് പോയാൽ പോലും ഇതിനേക്കാളും പണിയുണ്ട്. എങ്ങനെ നോക്കിയാലും ഇത്രയും പൈസ ഉണ്ടാക്കാനും കഴിയൂല. പിന്നെ കസ്റ്റമർ ആയി വരുന്നത് എങ്ങനെയുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാനും കഴിയൂലല്ലോ. പക്ഷെ സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ ഇങ്ങനെയുള്ള യാതൊരു വിധ റിസ്കുകളും ഇല്ല. തുണി അയച്ചിട്ട് കുറച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് വെറുതെ വീട്ടിലിരുന്നാൽ മാത്രം മതി, ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെയുള്ളപ്പോ പിന്നെ നമ്മളൊന്നും എത്ര പ്രതികരിച്ചിട്ടും കാര്യമില്ല. പണത്തിന് മീതെ പരന്നും പറക്കൂലെന്ന് കേട്ടില്ലേ. ആദ്യമൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും. പിന്നെ നല്ലോണം പൈസ കിട്ടി തുടങ്ങുന്നതോടെ ആ മടിയൊക്കെ മാറും. പിന്നെ എന്തും ചെയ്യാൻ ഇവര് റെഡിയാവും. അങ്ങനെയുള്ളവരോടൊന്നും വേദോതിട്ട് കാര്യമില്ല. പണത്തിന്റെ പവർ അത് വേറെ തന്നെയാണ് മക്കളെ. അത് എളുപ്പത്തിൽ കിട്ടി ശീലിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനും ആൾക്കാർക്ക് മടി ഉണ്ടാവില്ല. ബാക്കി കേട്ടോക്കെ എന്തായാലും ഞാൻ പ്രതികരണം നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. താല്പര്യമില്ല. യാദവകുലം നശിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ മൗനമായി ഇരുന്നത് പോലെ. അതിന് എന്നെ കൃഷ്ണനാക്കിയെന്ന് നോക്കണ്ട. നിങ്ങളിനി ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചാണകം വാരി എറിഞ്ഞാലും തെറി വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവാർഡുകളും അംഗീകാരം പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം വേണം, നല്ല കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വരുന്നു. 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും കുറെ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറെ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട്
സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ജോലിയുടെ ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. PK-യിൽ അമീർ ഖാൻ പെർഫോം ചെയ്തത് പോലും ഒരു ക്യാരക്ടറിന്റെ ഒരു ഡ്യൂട്ടിയാണ്, അവ ആവിഷ്കാരമാണ്. പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറേ ആൾക്കാർ. ആരാണിവർ? ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചുപേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഡിവേഴ്സ് ആയവരും ആണുങ്ങളോട് വെറുപ്പുള്ളവരുമാണ് ഈ പണിക്ക് ഇറങ്ങുന്നതെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിമിഷ ബിജോ ചേച്ചി പുള്ളിക്കാരൊക്കെ തുണി അയച്ചിട്ട് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് സ്വന്തം ഹസ്ബൻഡിന്റെ സപ്പോർട്ടോടെയാണ്. ഹസ്ബൻഡാണ് അവർക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർ ഡിവേഴ്സ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആണുങ്ങളോട് വെറുപ്പുണ്ടായതുകൊണ്ടാണോ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്? ഒരിക്കലുമല്ല. എല്ലാ വിഭാഗം ആളുകളും ഇതിലുണ്ട്. കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും ഡിവേഴ്സ് ആയവരും ആവാത്തവരും ഒക്കെ ഇതിലുണ്ട്. എന്തിനു പറയുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താക്കന്മാര് വരെ മുൻകൈ എടുത്ത് ഭാര്യമാരെ കൊണ്ട് ഈ പരിപാടി ചെയ്യിപ്പിക്കുന്നവരുണ്ട്. പൈസ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ വീട്ടുകാർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ലക്ഷങ്ങളല്ല വരുന്നത്. സ്വന്തം മകളോ ഭാര്യയോ ആരോ ആവട്ടെ, അവള് തുണി അയച്ചിട്ടാലും അഴിഞ്ഞാടിയാലും നോ പ്രോബ്ലം. ഞമ്മക്ക് പൈസ കിട്ടിയാൽ മതി. കാലം പോയോ പോക്കേ. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. എങ്ങനെയും തന്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണമുണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിൽ ഉണ്ടാകില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാൻ അതൊരു പോയിന്റ് ആണ് കേട്ടോ. ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് ഈ ഓൺലൈൻ വ്യഭിചാരത്തിന് ഇറങ്ങുന്ന പെണ്ണുങ്ങളുടെ മക്കളെ കുറിച്ച് ഞാൻ മുമ്പും പല വീഡിയോകളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ സ്കൂളിലും കൂട്ടുകാർക്കും ഇടയിലും ഒക്കെ അവർ അനുഭവിക്കേണ്ടി വരുന്ന നാണക്കേടും കളിയാക്കലും ഒക്കെ എത്രത്തോളം ആയിരിക്കും എന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിന്റെ അമ്മയുടെ തുണ്ടി വീഡിയോ ഞങ്ങൾ കണ്ടല്ലോ എന്ന് മറ്റു കുട്ടികൾ വന്ന് പറയുമ്പോൾ ആ രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരവസ്ഥയായിരിക്കും. സ്വന്തം മക്കൾ ആലോചിച്ചെങ്കിലും ഇവർക്ക് ഈ പരിപാടി നിർത്തിക്കൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്കി കേട്ടോക്ക്. എന്തായാലും പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തന്റെ സംസ്കാരവും തന്റെ കുലീനത്വവും തന്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷം എന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തന്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വങ്ങളാണ് ഇന്ന് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ജനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അങ്ങനെ കിട്ടിയ ദൈവാനുഗ്രഹത്തോട് കിട്ടിയ സൗന്ദര്യങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവർ അറിയുന്നില്ല ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതി പീഡകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും. ശരി, ഇങ്ങേരത് ആളിപ്പം പറഞ്ഞ ഞങ്ങളെ വലിയ കാര്യമൊക്കെ കണ്ടിട്ടോ. ഒരു ടിപ്പിക്കൽ രജിസ്ട്രാർ സംഭവമായി കണ്ടാൽ മതി. പക്ഷെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ആള് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഈ പോക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയ പെൺകുട്ടികളും ഇതേപോലെ സബ്സ്ക്രിപ്ഷനും മറ്റുമൊക്കെ തുടങ്ങി പൈസ സമ്പാദിക്കാൻ ശ്രമിക്കും. ഇതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറും. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭാവി തലമുറ ഇവിടെ ഉണ്ടായി വരും. പണ്ടത്തെ പോലല്ലോ, ഇപ്പൊ എല്ലാം ഈസിലി ആക്സസിബിൾ ആണ്. സോ നമ്മുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളടക്കം കൂടുതൽ ആളുകൾ ഈ ഫീൽഡിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ പുതിയ പുതിയ ആളുകൾ വരുന്നതോടെ പഴയ ആളുകളെ ജനങ്ങൾക്ക് മടുക്കാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. ഇനി ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട്. അതായത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ മറ്റേ പരിപാടിയാണെന്നുള്ള ലെവലിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി ഇൻസ്റ്റാഗ്രാമിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊന്നും സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളതാണ്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ തുണയിക്കുന്ന പരിപാടിയാണെന്നുള്ള ഒരു പൊതുബോധം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ അവളുടെ വീട്ടുകാരും നാട്ടുകാരും വേറെ കണ്ണിലൂടെ ആയിരിക്കും അവളെ നോക്കി കാണുക. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഫോളോവേഴ്സിന് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അത് തുണി അയച്ച് കാണിക്കുക എന്നുള്ളതായി മാറിയെന്ന് മാത്രം. അല്ലെങ്കിൽ പർപ്പിൾ ചേച്ചി പോലുള്ള ആളുകൾ അങ്ങനെ ആക്കി മാറ്റി എന്ന് തന്നെ പറയാം. എന്തായാലും ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളുകളെ മുതലാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യാൻ എന്നെ കിട്ടില്ല. ഓൺലൈൻ വ്യഭിചാരം അത്ര മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.